അപ്പൊ മെറ്റീരിയലുകളല്ല മനുഷ്യന്റെ സുഖങ്ങളെ നിർണയിക്കുന്ന അവസാനത്തെ കാര്യം നമ്മുടെ മനസ്സാണ്. നമ്മക്കൊക്കെ വലിയ ടെൻഷനാണ്. ഒരുത്തനത് വലിയ വണ്ടി പോകുന്നു, ഓൻ ഭയങ്കര സുഖം, അവനെല്ലാം നേടിയവനെ. അങ്ങനെ ചിന്തിക്കണ്ട. ഒരു 20 ദിവസം മുമ്പ്, ഏകദേശം ഒരു മാസത്തോളം എനിക്ക് UAE-യിൽ വിവിധ സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പരിപാടികൾ ഉണ്ടായിരുന്നു, മറ്റു പല കാര്യങ്ങൾ. ഒരുപാട് ഫാമിലികളെ അവിടെ നിന്ന് പേഴ്സണലായി മറ്റൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. കോടീശ്വരനായിട്ടുള്ള ഒരു വാപ്പയും ഉമ്മയും, അവരുടെ മക്കളുണ്ട്, പലരുമുണ്ട്. അവരുടെ കൂടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അവരുടെ മക്കൾക്ക് കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെൺകുട്ടികളാണ്, അവരുടെ ഭർത്താക്കന്മാരും ആയിട്ടുള്ള ചില ഇഷ്യൂകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഒരു ദിവസം 2 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ദിവസം അവിടെ താമസിപ്പിറ്റേന്ന് ഉച്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയെന്നത്. അപ്പൊ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ 2 പെൺകുട്ടികളുടെയും വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഭർത്താക്കന്മാരായിട്ട് യാതൊരു പൊരുത്തമില്ല, ഇങ്ങനെ പോവാണ്. എല്ലാം കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തിരിച്ചു വരും 55ഓളം വയസ്സുള്ള, 50 വയസ്സ് കഴിഞ്ഞ 55 വയസ്സോളം ഉണ്ട്. 50 കഴിഞ്ഞാ പറഞ്ഞു, കണ്ടിട്ട് ഒരു 55 ഒക്കെ ഉണ്ടാവും എന്തായാലും, ഇരിക്കട്ടെ. അപ്പോ ആ ഉമ്മ എന്നോട് കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദേ, അസ്രായേൽ വന്നാൽ അത്രയും ഖൈറ്, കോടാനകോടി വരുമാനമുള്ള കുടുംബമാണ്. അവരുടെ മകനെ ഞാൻ ഒരല്പം ട്രീറ്റ് ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു, അവന്റെ പഠന കാര്യങ്ങളൊക്കെ. ആ ചെറുപ്പക്കാരനായ പൊന്നുമോൻ എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇമാതിരി ആസ്തികളുണ്ട് അല്ലെ, ഒരു പവറില് എനിക്ക് അവിടെ ഭൂമിയുണ്ട്, എന്റെ പേരിലാണ് ഇത്, എന്റെ വാപ്പന്റെ പേരിൽ അതുണ്ട്, ഇതുണ്ട്, ഉമ്മയുടെ പേരിലുണ്ട്, കോടാനകോടികളുടെ സ്വത്ത് വകകൾ ഞങ്ങൾക്കുണ്ട്. ഈ ഉമ്മയും പറഞ്ഞു, സമാധാനം എന്ന സംഭവം 6 വർഷമായി ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താണ് ഉമ്മ നിങ്ങളുടെ പ്രശ്നം? സാമ്പത്തികമായി ലോകത്ത് നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അവരുടെ വില്ലയുടെ പോർച്ചിനകത്ത് UAE-യിൽ ലഭിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങളുണ്ട്. വാപ്പാക്ക് സ്വന്തം പേരിൽ, ഉമ്മാന്റെ പേരിൽ, മകന്റെ പേരിലുണ്ട്, മരുമക്കളുടെ പേരിലുണ്ട്, പെൺകുട്ടിയുടെ പേരിലുണ്ട്. ഓരോരുത്തർക്കും വെവ്വേറെ പല ഫ്ലാറ്റുകളുമുണ്ട്, പല ബിൽഡിങ്ങുകൾ നാട്ടിലുണ്ട്. എന്തേ നിങ്ങളുടെ സമാധാനം പോകാൻ കാരണം? ഉസ്താദേ, ഞാനും എന്റെ ഭർത്താവും തമ്മിൽ 6 വർഷമായി മനപ്പൊരുത്തത്തിലല്ല. ഞങ്ങളുടെ പ്രസ്റ്റീജ് കാരണം ഞങ്ങളുടെ ബിസിനസ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പല കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഡൈവേഴ്സിന് കൊടുക്കാത്തത് ഉസ്താദേ. എന്റെ മനസ്സിൽ സമാധാനം കിട്ടുന്നില്ല. 6 കൊല്ലമായി ഞാൻ ഇങ്ങനെ തീതുന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നം അത് ഒരു നിലക്കും സുൽഹാകുന്നില്ല. അതുകൊണ്ട് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കോടാനകോടിയുള്ള ഒരു പെണ്ണാണ് പറഞ്ഞത്. മെറ്റീരിയലുകളല്ല മനുഷ്യന്റെ അൾട്ടിമേറ്റ് സമാധാനം ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ, ആ തെറ്റിദ്ധാരണ മനസ്സെന്ന് മാറ്റണം. വലിയ കാറിൽ ഭർത്താവും ഭാര്യയും പോകുന്നത് കണ്ട് പൊന്നുമ്മ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പരിഹസിക്കണ്ട. കണ്ടില്ലേ, അയാൾ അങ്ങനെ കൊണ്ടുപോകുന്നു, നിങ്ങൾക്ക് എന്തേത് പറ്റാത്തത് എന്ന് പറഞ്ഞ് ഭർത്താവിനെ വേദനിപ്പിക്കണ്ട. ആ യാത്രയിൽ പോലും ഭർത്താവും ഭാര്യയും കൊമ്പുകോർക്കലാണെങ്കിൽ, ഏത് കോടിയുടെ ബെൻസിനകത്തുള്ള യാത്രയാണെങ്കിലും അത് നരകയാത്ര പോലെയാണ് അതിന്റെ ഉള്ളിലുള്ളവർക്ക് അനുഭവപ്പെടുന്നത്. മനുഷ്യന്റെ മനസ്സിൽ സമാധാനം അതില്ല എങ്കിൽ ലോകത്ത് ഏത് ഭൗതികത കൊണ്ടും മനുഷ്യനെ ഹാപ്പിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സന്തോഷം ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾക്ക് അല്ലാഹ് തന്നതിൽ കൊണ്ട് തൃപ്തിപ്പെടുക. ഒരു റൂമാണെങ്കിൽ ആലോചിക്കുക, ഇതിന്റെ ഉള്ളിൽ ഞാൻ കിടന്നുറങ്ങുന്ന പോലെ തന്നെയാണ് ആ ബംഗ്ലാവിലും ആ സഹോദരി ഉറങ്ങുന്നത്. ഇവാകും എനിക്ക് ഫാനുണ്ട്, അത് മതി, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ അതോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചാ എന്റെ നല്ല കാലമല്ലേ കഴിഞ്ഞു പോകുന്നത്, എന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങളല്ലേ തീർന്നു പോകുന്നത്. ഈ കഴിഞ്ഞു പോയ
ഒരു സെക്കൻഡ് പോലും നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു മിനിറ്റ് പോലും നമുക്ക് തിരികെ കിട്ടൂല. അതുകൊണ്ട് പ്രായം നാളെ മറ്റന്നാള് അത് കഴിഞ്ഞിട്ട് ഒരു മാസം വലിയ വീടുണ്ടാക്കിയിട്ട് ഉഷാറാകാം, വലിയ ബിസിനസ് സക്സസ് ആയിട്ട് ജീവിക്കാമെന്ന് കരുതാതെ ഇന്നത്തെ ദിവസം എനിക്ക് എന്താണോ അള്ളാഹു തന്നത് അതിൽ തൃപ്തിയായിക്കോ. അള്ളാഹു നിങ്ങൾക്ക് ഭർത്താവിനെ തന്നില്ലയോ, അള്ളാഹു നിങ്ങൾക്ക് ഭാര്യയെ തന്നില്ലയോ, അതോർത്ത് ഹാപ്പി ആയിക്കോ. കിടന്നുറങ്ങാൻ വീടില്ലാത്തവരുണ്ട്. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ഒന്ന് ബസ് സ്റ്റാൻഡിൽ പോകണം. ആളുകൾ ഷോപ്പ് അടച്ചു പോകാൻ വെയിറ്റ് ചെയ്യുന്ന പാവപ്പെട്ട അമ്മയുണ്ട്, ഉമ്മയുണ്ട്, അവരുടെ പൈത മക്കളുണ്ട്. കറ പുരളാത്ത വസ്ത്രം, അത് സ്വപ്നമായ ഒരുപാട് പിഞ്ചു ബാല്യങ്ങളുണ്ട്. കടയുടമ സെറ്റർ താത്തി ക്ലോസ് ചെയ്ത് അർദ്ധരാത്രി വീട്ടിൽ പോകുമ്പോ ആ കടത്തിണ്ണയിൽ ഉറങ്ങുന്ന മനുഷ്യരുണ്ട്. മൃഗങ്ങളല്ല, രക്തമുള്ള മനുഷ്യരുണ്ട്. എന്നാൽ അല്ലാഹു എനിക്കങ്ങനെയൊന്നും ആക്കിയില്ലല്ലോ. എനിക്ക് വീട് തന്നു, അത് ചെറുതാണെങ്കിലും അൽഹംദുലില്ലാഹ്. എനിക്ക് ഭർത്താവിനെ തന്നു, അൽഹംദുലില്ലാഹ്. എനിക്ക് മക്കളെ തന്നു, അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ വയല് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ വാപ്പാ എന്ന് വിളിക്കുന്ന ഒരു പൈതലെങ്കിലും, ഒരു മകനെങ്കിലും അല്ലാഹു തന്നില്ലയോ? തിരൂര് വയല് കഴിഞ്ഞു, ഒരാളുടെ വീട്ടിലാണ് ഭക്ഷണം കഴിഞ്ഞപ്പോ ആ വീട്ടിലെ സഹോദരി, ആ ഉമ്മ പറയാണ്, ഉസ്താദേ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ദുആ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് പറഞ്ഞത്, 22 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല ഉസ്താദ്. എന്റെ ഭർത്താവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ഞാൻ ഒറ്റപ്പെടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റവും വേദന അനുഭവിച്ചത് ഈ റബീഉൽ അവ്വൽ സമയത്തായിരുന്നു. ഓരോ റബീഉൽ അവ്വൽ സമയത്തും എന്റെ മനസ്സ് വല്ലാതെ നീറാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഞാൻ വയല് പരിപാടി, മദ്രസയിലെ കുട്ടികളുടെ കലാപരിപാടിയൊക്കെ കാണാൻ പോകും. അപ്പൊ ഓരോ പിഞ്ചുമക്കൾ സ്റ്റേജിൽ കയറി പാട്ടുപാടി സമ്മാനപ്പൊതികളേറ്റി ഉമ്മാടെ മുന്നിൽ ചെന്നു ഉമ്മാ എന്നിങ്ങനെ പറയുമ്പോ എനിക്കൊരു പൈത മക്കളില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞു പോകാറുണ്ട്. എന്ന് ഒരു 22 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഒരു സഹോദരിയുടെ വർത്തമാനമാണ്, ഒരു സഹോദരിയുടെ വർത്താനാണ്. ഉമ്മമാരെ, ഇന്ന് വീട്ടിൽ ചെന്നാൽ ഉമ്മ, ഇവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ കലാം ഹിഫ്ള് ചെയ്തവര്, കിതാബ് ഓതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം. അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. എന്നിട്ടും നമ്മൾ ഇങ്ങനെ പറയാണ്, എനിക്കൊന്നുമില്ല, എനിക്ക് വീട് കുറവാണ്, എനിക്ക് വലിയ ബംഗ്ലാവില്ല, എനിക്ക് കോടാനകോടിയുടെ വാഹനമില്ല. അതാരാണ് കൊണ്ടുപോയത്? ഏത് കോടീശ്വരനാണ് അവരുടെ ആസ്തിയുടെ ആധാരം ഖബറിലേക്ക് ചുരുട്ടി വെച്ചത്? ഏത് പെണ്ണാണ് 100 പവനുള്ളവർ 500 പവനുള്ളത് മക്കൾക്ക് വേണ്ടി ബാക്കിയാക്കി പോയി എന്നല്ലാതെ ഒരാളും ഒരു പവൻ പോലും, ഒരു ഫിൽസ് പോലും, ഒരു നയാ പൈസ പോലും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് മെറ്റീരിയലുകൾ കണ്ടിട്ട്, ഗാഡ്ജറ്റുകൾ കണ്ടിട്ട്, വസ്തുക്കൾ കണ്ടിട്ട് അതാണ് ഹാപ്പി, അതാണ് എന്നെന്നും നിലനിൽക്കുന്ന ഹാപ്പി എന്നൊരാളും കരുതല്ലേ. ഒരു വളരെ നിസാരമായ ജീവിതമാണിത്. ഇന്നോ നാളെ എപ്പോഴാണെന്നറിയാത്ത അസ്തമിക്കാൻ പോകുന്ന ഈ നിസാരമായ ജീവിതത്തിനിടെ മുത്തുമുഅ്മിനീങ്ങളെ, മെറ്റീരിയലുകളിൽ ആഭിരമിച്ചുകൊണ്ട് നല്ല ജീവിതം തകർക്കണ്ട. അള്ളാഹു തന്നത് തൃപ്തിപ്പെട്ട് അത് മതി എനിക്ക്, ഇനി കൂടുതൽ അള്ളാഹ് തന്നാൽ തന്നോട്ടെ, ഞാൻ എന്റെ പരിശ്രമം നടത്തും, പക്ഷെ എനിക്ക് അത്യാഗ്രഹമില്ല, എനിക്ക് ആ വീട് കണ്ടിട്ട് അസൂയയില്ല, ഈ വാഹനം കണ്ടിട്ട് എനിക്ക് ബേജാറില്ല. അള്ളാഹു തന്നത് മതി. അൽഖനാ, ഈ ചിന്തയുണ്ടോ? ജീവിതം ഉല്ലാസമാണ്, അല്ലെങ്കിൽ ജീവിതം മടുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക, അള്ളാഹു തന്നത് മതി. അതാണ് രണ്ടാമത്തെ കാര്യം.
ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെയാണത്. അല്ലാഹു പറയാണ്, യബ്ന ആദം ഖലഖതുക ലിൽ ഇബാദ ഖലഖതുക ലിൽ ഇബാദ യബ്ന ആദം ഖലഖതുക ലിൽ ഇബാദ. ആദം സന്തതികളെ, നിങ്ങളെ അല്ലാഹു പടച്ചത്, ഞാൻ പടച്ചത് ഇബാദത്ത് ചെയ്യാനാണ്. വഖസംതു ലക റിസ്ഖക ഫലാ തതഅബ്. നിങ്ങൾക്ക് എന്താണോ കിട്ടാൻ പോകുന്നത്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, എല്ലാം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസൈഡ് ചെയ്യുമെന്നല്ല, ഞാൻ അത് തീരുമാനിച്ചിട്ടുണ്ട്. ഫലാ തതഅബ്. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതോർത്ത് നിങ്ങൾ ബേജാറാകണ്ട. എന്റെ മകൾക്ക് 17 2 കൊല്ലം കഴിഞ്ഞാൽ മംഗലമാണല്ലോ, കല്യാണമാണല്ലോ എന്നോർത്ത് ബേജാറായി തലപുണ്ണാക്കണ്ട. നാളെ ഹയാത്തുണ്ടോ എന്നാർക്കും അല്ലാഹു ഗ്യാരണ്ടി തന്നിട്ടില്ല. പരിശ്രമം വേണം, നല്ല ജോലി ചെയ്യണം, ഹലാലായി സമ്പാദിക്കണം. എന്നാൽ അത്യാഗ്രഹത്തിന്റെ പുറകെ ഓടരുത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കണമെന്നല്ല. മുഅ്മിനീങ്ങളെ, അത്യാഗ്രഹം ഒരാളുടെ നിഅമത്ത് കാണുമ്പോഴേക്ക് തുടങ്ങി മനസ്സമാധാനം നഷ്ടമായി. പിന്നെ എന്തിനാ ജീവിതം? ഇടുങ്ങി ഇടുങ്ങി ഈ നഷ്ടപ്പെട്ട നല്ല സമയങ്ങൾ തിരിച്ചു വരുമോ? അതുകൊണ്ട് അങ്ങോട്ട് നോക്കൽ നിർത്തി, അപ്പുറത്തേക്ക് നോക്കൽ നിർത്തി. അല്ലാഹു തന്നത് ഓർക്കുക. ഇലാ അസ്ഫലിക്കും. നിങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞവർ, നിഅമത്ത് കുറഞ്ഞവർ, അവരിലേക്ക് നോക്കണേ. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സമാധാനം കിട്ടുന്നത്. അല്ലാഹു പറയാണ്, വഖസംതു ലക റിസ്ഖക ഫലാ തതഅബ്. നിങ്ങൾക്ക് ഏത് കാറാണോ ലഭിക്കാൻ പോകുന്നത്, എത്ര റൂമുള്ള വീടാണ്, ഏത് ഭർത്താവാണ്, ഏത് പെണ്ണിനെയാണ് നിങ്ങൾ കെട്ടാൻ പോകുന്നത്, എന്ത് ഭക്ഷണമാണ്, ഏത് സാലറിയാണ്, ഇതെല്ലാം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നും നീ ബേജാറാകണ്ട. എന്നിട്ട് അല്ലാഹു പറയാണ്, ഞാൻ എന്താണോ തന്നത്, അല്ലാഹു തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ അറഹ്തു ഖൽബക വബദനക. നിനക്ക് മനസ്സമാധാനം തരും. വബദനക, നിന്റെ ശരീരത്തിന് റാഹത്ത് തരുമെന്നാണ് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ അല്ലാഹു പറഞ്ഞ ഖുദ്സിയായ നബി തങ്ങളുടെ നാവിലൂടെ പറയപ്പെട്ടത്. ഈ അടുത്ത കാലത്ത് ശാസ്ത്രം പോലും തെളിയിച്ചൊരത്ഭുതമുണ്ട് ഈ ഹദീസിൽ. അല്ലാഹു പറയാണ്, ഞാൻ എന്താണോ നിങ്ങൾക്ക് തന്നത് അതിൽ തൃപ്തിയുണ്ടോ എന്നാ അറഹ്തു ഖൽബക വബദനക. നിനക്ക് മനസ്സമാധാനം തരും. വബദനക, നിന്റെ ശരീരത്തിനും ഹാഫിയത്ത് തരുമെന്നാണ് ശാസ്ത്രം അടുത്ത കാലം വരെ വിചാരിച്ചത്. ഒരാൾക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ രോഗമില്ലാതിരിക്കുന്നത്, ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ശരീരത്തിലേക്ക് രോഗകാരി വരാതിരിക്കുമ്പോ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രോഗം വരണമെങ്കിൽ ഈ രോഗകാരി വരണം. ഒരു ബാക്ടീരിയ വന്നാൽ, ഒരു വൈറസ് വന്നാൽ, ഒരു ഫംഗസ് വന്നാലാണ് ഒരാൾക്ക് രോഗം ഉണ്ടാവുക എന്നായിരുന്നു മെഡിക്കൽ സയൻസ് പറഞ്ഞിരുന്നത്. അതിന് രോഗാണു സിദ്ധാന്തം എന്നാണ്, പാത്തോജൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അടുത്ത കാലം വരെ അങ്ങനെ വിചാരിച്ചത്. രോഗം ഉണ്ടാകണമെങ്കിൽ വൈറസോ ബാക്ടീരിയ ഫംഗസോ ഒക്കെ വരണം, അല്ലെങ്കിൽ രോഗം ഉണ്ടാവില്ല. വർഷങ്ങൾ കഴിഞ്ഞു സയൻസ് കാര്യം മനസ്സിലാക്കി അങ്ങനെയല്ല. വേറെയും ചില കാര്യങ്ങൾ ഒരാളെ രോഗിയാക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത് അവർ പറഞ്ഞത് മ്യൂട്ടേഷനാണ്. വാപ്പന്റെയും ഉമ്മന്റെയും ജീന് അത് മക്കളിലേക്ക് വരും. ഹെറിഡിറ്റി, അതാണ് ഹെറിഡിറ്റി. വാപ്പന്റെയും ഉമ്മന്റെയും ജീന്, വാപ്പക്കും ഉമ്മക്കും കിട്ടിയാത്ത സ്വഭാവം മക്കൾക്ക് കിട്ടി. വാപ്പക്കും ഉമ്മക്കില്ലാത്ത രോഗം പാരമ്പര്യമായിട്ട് മക്കൾ കിട്ടി. അല്ലെങ്കിൽ വാപ്പയിൽ എക്സ്പ്രസ്ഡ് ആയ രോഗം ഉമ്മാക്കില്ല, പക്ഷെ മക്കളിൽ വന്നു. അത് ജനിതക കൈമാറ്റമാണ്. അതിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയാം. അങ്ങനെ രോഗം വരാം. ക്യാൻസർ ഒക്കെ പാരമ്പര്യമായിട്ട് ലഭിക്കാം. ഷുഗർ പാരമ്പര്യമായിട്ട് ലഭിക്കാം. എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്നാൻ സഖാഫി എന്നാണ് പേര്. ആ ഉസ്താദ് 30 വയസ്സിൽ
വയസ്സിന്റെ 26-27 വയസ്സേ ഉള്ളൂ. ഡയാലിസിസ് ചെയ്യുകയാണ്. 16-മത്തോ 15-മത്തോ വയസ്സിൽ ഷുഗർ രോഗിയാണ്. പഞ്ചസാര കഴിച്ചത് കൊണ്ടല്ല, അത് ഹെറിഡിറ്റിയാണ്, അത് പാരമ്പര്യമാണ്. പാലോട്ടുപള്ളി കണ്ണൂർ ജില്ലയിലെ ഒരു നൗഷാദ് എന്ന സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് 35 വയസ്സെങ്ങാനും പ്രായമുള്ളൂ. ആ ചെറുപ്പക്കാരൻ ഇന്ന് കിഡ്നി മാറ്റിവെച്ചു. ഇത്രയും കാലം ഡയാലിസിസ് ചെയ്തതാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഷുഗർ മൂത്തു, കിഡ്നി അടിച്ചുപോയി. അത് പാരമ്പര്യമാണ്, അല്ലാതെ പഞ്ചസാര കൂടുതൽ കഴിച്ചതുകൊണ്ടല്ല. അതിനെയാണ് ഹെറിഡിറ്റി എന്നത്. പിന്നെ സയൻസ് പറഞ്ഞത് മ്യൂട്ടേഷൻ, ഒരാളുടെ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ. അത് പല റീസണുകളും കൊണ്ട് മ്യൂട്ടേഷൻ ഉണ്ടാകും. ജനിതക ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അസ്വസ്ഥതകൾ. മനസ്സിന് ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അവന് രോഗിയാവാൻ സാധ്യതയുണ്ട്. ഒരാൾ തിരുവനന്തപുരത്താണ് RCC ക്യാൻസർ സെന്റർ. ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഡോക്ടർമാര് ചികിത്സിച്ച് കണ്ടെത്തി, ഡയഗ്നോസിസിൽ കണ്ടെത്തിയാൽ ആദ്യം ചെയ്യുന്നതാണ് കുറെ മരുന്ന് വാരി കൊടുക്കലല്ല. ആദ്യം ചെയ്യുന്ന പണി കൗൺസിലിംഗ് ആണ്. അവനെ നല്ല ഒരാളെടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഡോക്ടർമാർ അറേഞ്ച് ചെയ്യും, കൗൺസിൽ ചെയ്യാം. സാരല്ല, ഇത് മനക്കരുത്ത് കൊണ്ട് നമുക്ക് അതിജീവിക്കാം. യുവരാജ് സിംഗിന് ക്യാൻസറാണ്. യുവരാജ് സിംഗ് ക്യാൻസറിന് അതിജീവിച്ചു. ഇന്റർവ്യൂ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്. മനക്കട്ടി കൊണ്ടാണ് ഞാൻ ഇതിനെ നേരിട്ടത്. അടുത്ത നമ്മുടെ പരിസരത്ത് എവിടെയുള്ള MP ഉണ്ട്, ഇന്നസെന്റ്. ഇപ്പൊ MP ആണോന്ന് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അദ്ദേഹത്തെ പറ്റി പത്രത്തിലൊക്കെ വന്നു. ക്യാൻസറിനെ അതിജീവിച്ചത് മനക്കരുത്തുകൊണ്ട്. എത്രയോ പ്രമുഖരുടെ ക്യാൻസർ ലൈഫിനെ സംബന്ധിച്ചുകൊണ്ട് പറയപ്പെടാറുണ്ട്, മനക്കരുത്തുകൊണ്ട് ക്യാൻസറിനെ അതിജീവിച്ചു. സയൻസ് അടുത്ത കാലം വരെ പറഞ്ഞത് രോഗം ഉണ്ടാവാൻ കാരണം രോഗകാരിയാണ്. എന്നാൽ ഇപ്പൊ പറയുന്നു മനക്കരുത്ത് ഇല്ലെങ്കിൽ രോഗം കൂടും, ആഫിയത്ത് കുറയും. മനസമാധാനം ഇല്ലെങ്കിൽ മനുഷ്യൻ രോഗിയാവും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. യാ റസൂലല്ലാഹ്, ലോക ജനതയോട് പറയണം നബിയേ, فإن أنت رضيت بما قسمت لك. എന്താണോ അല്ലാഹു നിനക്ക് തന്നത് അതിൽ തൃപ്തിപ്പെട്ട അറഹ്തു ഖൽബക വബദനക, നിന്റെ മനസ്സിന് സമാധാനം തരും. വബദനക, നിനക്ക് ആഫിയത്ത് അല്ലാഹു തരും, നിന്റെ ശരീരത്തിന് സ്വസ്ഥത തരുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹ്. അകലെ നൂറിനെ കാണാനൊളിവാണ്, അരികിൽ ചേർന്നിടാൻ കൊതിക്കുന്നൊരഴകാണ്. എന്നും മദീനത്ത എന്റെ മധുവൊഴുകും, ഒന്നു കാണാനായി എൻ കൽബും കൊതി പറയും. മധുമലരെ മധുവഴകേ മധുനബി മഹബൂബേ, മധുമലരെ മധുവഴകേ മധുനബി മഹബൂബേ. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്. വചനമതാത്മ രസമാണ്, വഴികളിൽ സുഗന്ധപ്പോ മണമാണ്. ആ മുത്തുനബി തങ്ങൾ പറഞ്ഞത് അതാണ്. അതുകൊണ്ട് അല്ലാഹ് എന്താണോ തന്നത് തൃപ്തിപ്പെടുക, എങ്കിൽ ആഫിയത്ത് ഉണ്ടാവും. ടെൻഷൻ അടിച്ച ജീവിതാണെങ്കിൽ അല്ലാഹു രോഗം തരും. നശിച്ചു പോകുന്ന കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മഹാനായ അല്ലാമ മഅറൂഫ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. മഅറൂഫ് റളിയല്ലാഹു തആല മഹാനവർകൾക്ക് രാജാവ് കുറെ സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ നൽകി, കുറെ സ്വർണം കൊടുത്തു. മഅറൂഫ് തങ്ങൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്ക് ഒരൽപ്പം വിഷമായി. കുറെ സ്വത്ത് കിട്ടിയത് വേണ്ടാന്ന്, കൊണ്ടുപോയിക്കോളി, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം സമ്പത്ത് രാജാവ് തന്നിട്ട്, സമ്മാനം തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ കാരണം എന്താണ്? അപ്പൊ പറഞ്ഞു, ഞാൻ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയതാണ്. എന്തിനാ ഉസ്താദെ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയത്? നശിച്ചു പോകുന്ന കാര്യമാണ് ഈ ദുനിയാവ്.
ഞാൻ അതിനെ പ്രണയിച്ചാൽ നശിക്കാത്ത കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇത് വല്ലാത്തൊരു വാക്കാണ്. ഉലമാക്കളൊക്കെ അതിന് ഒരുപാട് ഇടങ്ങളിൽ ഉദ്ധരിക്കാറുണ്ട്. നശിച്ചു പോകുന്ന കാര്യമായതുകൊണ്ട് ഞാൻ തൊലാക്കില്ലേ, അതിന് ഞാൻ പ്രണയിച്ചാൽ നശിക്കാത്ത കുറെ കാര്യമുണ്ട്, അതെനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ ഈ നശിച്ചു പോകുന്ന ഇന്നോ നാളെ തീരുന്ന ദുനിയാവോർത്ത് ബേജാറാകണ്ട. എനിക്ക് അത്ര അല്ലല്ലോ എന്ന് ടെൻഷൻ അടിക്കണ്ട. അത്ര ഉള്ളവർക്കൊന്നും അതൊന്നും അനുഭവിക്കാനുള്ള ശേഷി ഇല്ല. മനുഷ്യർക്കൊക്കെ അത്രേ അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ബാക്കിയാക്കിയിട്ടാ മനുഷ്യന്മാര് പോവുക. അതിന്റെ പേരിൽ തല്ലൂടാണ്. എത്ര കുടുംബങ്ങളുണ്ട്, സ്വത്ത് തർക്കം. എനിക്ക് അത് കിട്ടിയില്ല, എനിക്ക് ഈ വസ്തു കിട്ടിയില്ല, എനിക്ക് അത്ര സ്ത്രീധനം കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി, ഒക്കെ ഓക്ക് കൊടുത്ത് ഇവൻക്ക് കൊടുത്തില്ല, തല്ലൂടാണ്. വാപ്പ ഖബറിൽ കിടക്കുകയാണ്. ആയ കാലത്ത് വാപ്പന്റെ ജീവിതം മുഴുവൻ ഇത് ഉണ്ടാക്കാനുള്ള ഓട്ടമായിരുന്നു. അത് കഴിഞ്ഞ് വാപ്പ ഖബറിലെത്തിയപ്പോ ഉണ്ടാക്കിയത് ഡിവൈഡ് ചെയ്യാൻ മക്കൾക്കിടയിൽ തല്ലൂടാണ്. അതാണ് മെറ്റീരിയലുകൾ ഭൂമിയിൽ, വസ്തുക്കൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഭൗതികതയുടെ ആ ഒരു അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് ഗുറൂർ എന്ന് പറയപ്പെടാൻ കാരണം. ഈ വസ്തുക്കളെ സംബന്ധിച്ച്, ദുനിയാവിലെ മത്താഹുകളെ സംബന്ധിച്ച് അത് ഗുറൂറാണ് എന്ന റസൂല് പഠിപ്പിക്കാൻ കാരണം എത്ര സത്യമാണ്. അതുകൊണ്ട് അതോർത്ത് ബേജാറാകണ്ട, അതുള്ളത് മതി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പറ്റി ഈ വിഷയം നേരത്തെ ഞാൻ പറഞ്ഞ മഹാൻ അബൂ സുലൈമാൻ തങ്ങൾ പറയാറുണ്ട്. എനിക്ക് സമ്പത്തില്ലാന്ന് അബൂ സുലൈമാൻ തങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞാൽ അബൂ സുലൈമാൻ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പറ്റി പറയുമത്രേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വർഗത്തിൽ ഉറപ്പുള്ള സീറ്റ് കിട്ടിയ മഹാനാണ്. പക്ഷേ സ്വഹാബികൾക്കിടയിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന മഹാനാണ്. കാരണം സമ്പന്നനാണ്, കോടാനകോടി. അതിനൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോന്നും പറഞ്ഞു തീരുമ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ സ്വർഗത്തിലെത്തി. അതുകൊണ്ട് സമ്പത്തില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആളുകളോട് അബൂ സുലൈമാൻ തങ്ങൾ പറയല്, അതെ നിങ്ങൾക്ക് അത്ര കണക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഒരുപാടുണ്ടെങ്കിൽ ഇതെല്ലാം കണക്ക് പറയണം. എവിടെന്നാണ് ഇത് ഉണ്ടാക്കിയത്, എവിടെന്നാണ് ഇത് സമ്പാദിച്ചത്? മിൻ ഐൻ, എവിടെന്നാണ് അല്ലാഹു നിനക്ക് തന്നത്, നീ എവിടെന്നാണ് ഇതൊക്കെ നേടിയത്? അല്ലാഹു ചോദിക്കുക. അതിന് മറുപടി പറയണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് സ്വത്തില്ലാത്തതിന്റെ പേരിൽ നീ ആഖിറത്തിൽ സന്തോഷിക്കും, പോയിക്കോ എന്ന് മഹാനായ അബൂ സുലൈമാൻ ദറാനി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു എന്ന്. അപ്പോ അത്രയും അള്ളാനോട് പറഞ്ഞാൽ മതി. അല്ല വെറുതെ വിടൂല, തന്നതിനെ പറ്റിയൊക്കെ ചോദിക്കും, ഇത് എവിടുന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അതിന് ഉത്തരമില്ലെങ്കിൽ പിന്നെ കാല് മുമ്പോട്ട് വെക്കാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇങ്ങനെയുള്ള ഈ കാര്യം ഓർത്തിട്ട് ബേജാറാകണ്ട. അല്ല തന്നത് മതി, അൽഹംദുലില്ലാ. ലോകത്ത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിക്ക് ഇതിന്റെ 100-1 പോലും ഭൗതിക ലോകത്തില്ല. റസൂലുള്ളാഹിക്ക് എന്തോരം പ്രയാസങ്ങള്. ഖന്തക്ക് കിടങ്ങ് കുഴിക്കുന്ന സമയം, അഹ്സാബ് യുദ്ധ സമയമൊക്കെ മഹാന്മാര് പഠിപ്പിക്കുന്നത് എന്താണ്? നബി തങ്ങളുടെ വായുടെ വിശന്ന് വലഞ്ഞിട്ട് ഫുഡില്ലാഞ്ഞിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ കിടങ്ങ് കുഴിച്ച് ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടത്. ഫുഡില്ല. വീടാണെങ്കിൽ വളരെ ചെറുത്. നമുക്കൊക്കെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ നമ്മുടെ ആരെങ്കിലും തല തട്ടാറുണ്ട്. 2 ആൾക്കാര് നമ്മുടെ തോളിൽ വേറൊരുത്തം കയറിയാൽ ഓന്റെ തലയും റൂഫ് തട്ടൂല. അത്രയും വിശാലതയുള്ള വീടാണ് അല്ലെ. നമ്മുടെ തോളിൽ ഒരുത്തം കയറി ഓന്റെ തലയും റൂഫ് തട്ടൂല. അമ്മാതിരി വീടാ നമുക്കുള്ളത്. റസൂലുള്ളാഹിന്റെ വീട് എന്ത് വീടാണ്? പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാ നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ, ഖൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ, അതൃപ്പ് പൂവാം ബിലാലിൻ സ്വരനാദം, യാ ഹബീബേ, ഒരു നാരിനടയാളം
തിരുമേനിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാലെ തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടക്കാത്ത കൂടാ. ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ, ചിത്തിരപ്പൂമുഖം ചേർക്കാന പന വീടിനും കൊതിയാ. ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്തു പതിച്ചൊരു ചുവരാണ ഭാഗ്യം കൂട്. മുത്തു പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ. പടിവാതിൽ ചെറുതടിയാണേ, നബിതങ്ങളുടെ പൂങ്കുടിലാണേ. ഇതാണ് റസൂലുള്ളാഹിയുടെ വീട്. അള്ളാന്റെ റസൂലിന്റെ വീട് അതാണ്. അതിനെക്കാണൊക്കെ കുറേ നല്ല വീട് അള്ളാഹ് അമ്മക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ, എനിക്ക് നല്ല വീടില്ലല്ലോ. അള്ളാഹു നമ്മുടെ ഖൽബിൽ തന്നത് കൊണ്ടുള്ള തൃപ്തി അള്ളാഹു തരട്ടെ. ഈ സമയത്ത് കല്ലമ്പലം ഇവിടെ അടുത്താണ്. ഒരു മാസം മുമ്പ്, ഏകദേശം 2 മാസം മുമ്പ്, ഏകദേശം കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ കല്ലമ്പലത്ത് എൻ്റെ വളരെ അടുത്ത ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ട്. ത്വാഹ എന്നാണ് ആ ഉപ്പാടെ പേര്. അവരൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വളരെ മഹത്തായ ഒരു സംവിധാനം. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കല്ലമ്പലത്തേക്ക്? 5 കിലോമീറ്ററേ ഉള്ളൂ. കല്ലമ്പലത്ത് ആണ് അവരുടെ വീട്. അതിന്റെ പരിസരത്താണ്. ആ കറക്റ്റ് സ്പോട്ടിന്റെ പേര് എനിക്ക് അറിയില്ല, മറന്നുപോയി. അവിടെ പ്രിയപ്പെട്ട ത്വാഹ സാഹിബ് കുറച്ചു പേരൊക്കെ നേതൃത്വം നൽകുന്ന തണൽ എന്ന പേരിൽ ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട്. തണൽ ഡയാലിസിസ് സെന്റർ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ ആ ഡയാലിസിസ് സെന്ററിനകത്ത് പ്രവേശിച്ച് അവിടെയുള്ള രോഗികളെ സന്ദർശിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡയാലിസിസ് സെന്റർ കാണുന്നത്, ഉള്ളിൽ കയറുന്നത്. മുത്തുമുഅ്മിനീങ്ങളെ, അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. മരിക്കുന്നവരെ കിഡ്നി പോകാതിരിക്കാൻ കരഞ്ഞു പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഓരോ ആളുകൾ മുത്തുമുഅ്മിനീങ്ങളെ വലിയൊരു സിറിഞ്ച് കുത്തിയിട്ട് രക്തം വലിച്ചെടുക്കാൻ, വേറൊരു സിറിഞ്ച് കുത്തിയിട്ട് ഉള്ളിക്ക് കയറ്റുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഇത്ര വലിപ്പമുള്ള മുഷ്ടി, ഇത്ര വലിപ്പമുള്ളൂ, 2 കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് അടുക്കി വെച്ചാൽ അത്രയാണ് നമ്മളെ 2 കിഡ്നിന്റെ ആകെ വലിപ്പം. പയർ വിത്തിന്റെ ആകൃതിയിലാണ് നമ്മുടെ കിഡ്നി. എല്ലാവർക്കും അറിയാം, ഇത്ര വലിപ്പമുള്ളൂ, 2 മുഷ്ടിയുടെ അത്ര നമ്മുടെ ബാക്കില് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യാം. ആ കിഡ്നി അടിച്ചു പോയാൽ പിന്നെ ജീവിക്കണമെങ്കിൽ ആഴ്ചയിൽ 3 വട്ടം ഇടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ ബ്ലഡ് ശുദ്ധിയാക്കണം. സാധാരണ ബ്ലഡ് എടുക്കുന്ന കുഞ്ഞു സിറിഞ്ച് അല്ലാതെ കുത്തിന് അത്ര വേദന ഉണ്ടാവില്ല. വണ്ണുള്ള ഒരു സിറിഞ്ച് കുത്തി കയറ്റിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും വണ്ണുള്ള സിറിഞ്ച്? അപ്പൊ പറഞ്ഞു, അത്രയും ശരീരത്തിലുള്ള രക്തം മുഴുവനും വലിച്ചെടുക്കാനുള്ളതല്ലേ, ഇത്രയും ക്വാണ്ടിറ്റി ബ്ലഡ് എടുക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറിഞ്ച് എന്ന് അവിടെ ഡയാലിസിസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പയ്യൻ എന്നോട് പറഞ്ഞു. 2 സൂചി കുത്തിക്കയറ്റാണ്. ഒരുപാട് ആളുകൾ 4, 3.5, 4-5 മണിക്കൂർ അവിടെ ഇങ്ങനെ കിടക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ദൂരയാത്ര പോകാൻ പറ്റും? ഒന്ന് ഉംറക്ക് പോകണമെങ്കിൽ മക്കത്തും മദീനത്തും ഡയാലിസിസ് സെന്റർ, അതിന് സ്ലോട്ട് കിട്ടണം, അവിടെ പെർമിഷൻ കിട്ടണം, അതിനുള്ള സെറ്റപ്പ് അവിടെ ഒരുങ്ങണം. ഒരു 4 ദിവസത്തേക്ക് ട്രിപ്പ് പോകാൻ കഴിയൂല, പോണ വൈക്കൽ ഡയാലിസിസ് സെന്റർ ചെയ്യണം. ഓരോ ഇടവിട്ട ദിവസങ്ങളിലും പോവാൻ. അതിലും വലിയ സങ്കടം, 4 ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുകയുള്ളൂ. അതിലപ്പുറം വെള്ളം പോലും കുടിക്കരുത് എന്നാണ് 4 ഗ്ലാസ് ഒരു ദിവസം. നിങ്ങളെ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മരിക്കുന്നവരെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് എന്ന നിയത്തോടെ അത് മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കണം, സമാധാനം പോകും, സമ്പത്ത് പോകും, ആരോഗ്യം പോകും, ഒരവസ്ഥയാണ്.
അപ്പൊ റസൂല് പഠിപ്പിച്ച സമാധാനം നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കലാണ്. പഠിച്ചോൻ തന്നതിൽ തൃപ്തിയുണ്ടോ? സമാധാനം. ഇനി മൂന്നാമത്തതും കൂടി പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറയുന്നു, അലാ ഉഖ്ബിറുക ബിഖൈരിൻ മാ യക്നിസുൽ മർഉ. ഒരു വ്യക്തിക്ക് സൂക്ഷിച്ചുപയോഗിക്കാവുന്നതിൽ ഏറ്റവും ഖൈറായ കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? മാ യക്നിസുൽ മർഉ, ഒരാൾക്ക് സൂക്ഷ്മതയോടെ ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഖൈറായ കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? നബിതങ്ങൾ പഠിപ്പിക്കുന്നത് പ്രഗൽഭരായ മുഹദ്ദിസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചതാണിത്. അൽ മർഅതു സ്വാലിഹതു, സ്വാലിഹത്തായ ഒരു പെണ്ണാണ്, ഇദാ നദറ ഇലൈഹാ സർറതുഹു, അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അവളോടൊരു വർത്താനം പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അവൾ അനുസരിക്കും. മൂന്നാമത്തത് ഇദാ ഗാബ അൻഹാ ഹഫിളതുഹു, ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന് അവകാശപ്പെട്ടതെല്ലാം സംരക്ഷിക്കുന്ന പെണ്ണാണ്. ഈ മൂന്ന് വിഷയങ്ങളും ഒരു പെണ്ണിലുണ്ടോ? അങ്ങനത്തെ പെണ്ണിനെയാണ് സ്വാലിഹത്തായ പെണ്ണ്, ഭാര്യ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഭാര്യന് ഒരാൾക്ക് കിട്ടുക, അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത്. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇദല്ലി, നബിയെ സമ്മതം തരുമോ? ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ പോവുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? നബിയേ, എന്റെ ഭാര്യന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, പ്രയാസമാണ് എപ്പോഴും. നബി തങ്ങൾ അതിന് തിരിച്ചു ചോദിക്കുകയാണ്, മോനെ, അതിനാണോ നീ അവളെ ത്വലാഖ് ചൊല്ലുന്നത്? ഞാൻ നിന്നോട് ചില ക്വസ്റ്റ്യനുകൾ പറയാൻ പോകുന്നു. നബി തങ്ങൾ ചോദിച്ചു, നീ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോട് ദേഷ്യത്തോടെയാണോ സംസാരിക്കാറുള്ളത്? അറാബി പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ ഗോത്രം യുദ്ധകൊതിയന്മാരായ ഗോത്രമാണ്, അതുകൊണ്ട് ഹർബ് ചെയ്യുന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുടെ ഗോത്രത്തിലാണുങ്ങൾ മുൻകോപികളാണ്, ഭാര്യമാരോട് ദേഷ്യത്തോടെ മാത്രമാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യയോട് എപ്പോഴും അനാവശ്യമായി ദേഷ്യം പിടിക്കുന്നത് കൊണ്ടാണ് അവളെ മുഖത്തുനിന്ന് നിനക്ക് സന്തോഷം ലഭിക്കാത്തത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുത്തും ഇതേ അനുഭവം പറഞ്ഞൊരാൾ വന്നിരുന്നു. മഹാനായ ഫാറൂഖ് തങ്ങളോട് ചോദിച്ചത്, യാ അമീറൽ മുഅ്മിനീൻ, മഹാനായ ഉമർ എന്നവരെ, ഞാനും എന്റെ ഭാര്യയും എപ്പോഴും പ്രശ്നമാണ്, സമാധാനം വീട്ടിൽ കിട്ടുന്നില്ല, അതിന് എന്തെങ്കിലും പരിഹാരം ഔസിനി, എനിക്ക് ഉപദേശം തരണേ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുത്. സുമ്മ, വേറെ വല്ലതുണ്ടോ? സുമ്മ യാ അമീറൽ മുഅ്മിനീൻ, വേറെ വല്ലതുണ്ടോ? അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുത്. സുമ്മ യാ അമീറൽ മുഅ്മിനീൻ, വേറെ വല്ലതുമുണ്ടോ? അവര് പറഞ്ഞു, ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുത്. ഇതേ സംഭവം തന്നെ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബികളിൽപ്പെട്ട മഹാനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പെണ്ണുങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹദിയായ ആയിഷ ബീവിയാണ്, ഏറ്റവും കൂടുതൽ ആയിഷ ബീവിയാണ് റിപ്പോർട്ട് ചെയ്തത്. അബൂ ഹുറൈറ തങ്ങളും ധാരാളം റിപ്പോർട്ട് ചെയ്ത്. ആ മഹാൻ പറയാണ്, ഒരാൾ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചത്, നബിയേ, സമാധാനം കിട്ടാൻ എന്നെ ഉപദേശിക്കണം നബിയേ, ഔസിനി, എനിക്ക് ഉപദേശം വേണം. നബി തങ്ങൾ, ലാ തദബ്, മോനെ, നീ ദേഷ്യം പിടിക്കരുത്, നീ ദേഷ്യം പിടിക്കരുത്.
പിന്നെയും ചോദിച്ചു വേറെ വല്ലതുണ്ടോ? ലാ തൽഗബ്, പിന്നെ വേറെ വല്ലതുമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുതേ, നീ ദേഷ്യം പിടിക്കരുതേ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു എന്നാണ്. ഇതേ ഹദീസ് വേറൊരു റിവായത്തുമുണ്ട്. ഫറദ്ദ ദാലിക, അദ്ദേഹം മിറാറൻ ഖാൽ, പലതവണ നബി തങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഹബീബിന്റെ മുന്നിൽ വന്നപ്പോഴും ഫഖാൽ ലാ തൽഗബ്, മോനെ നീ ദേഷ്യം പിടിക്കരുത് എന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോഴെല്ലാം ഹബീബ് പറഞ്ഞു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. അപ്പോ മൂന്നാമത്തെ വിഷയം ഗളബാണ്, ദേഷ്യമാണ്. സ്നേഹം കുറഞ്ഞു പോകുന്ന കാര്യങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചത് ഗളബാണ് ഒന്നാമത്തെ വിഷയം. നമ്മളോട് ഒരാൾ വെറുതെ ചൂടാവുകയാണെങ്കിൽ ഉറപ്പാണ് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭാര്യനോട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ചൂടാകുക, ഒരു ആവശ്യമില്ലാതെ അങ്ങനെ ചൂടാകുമ്പോൾ ഭാര്യക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവളെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷം കിട്ടാത്തത് എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കട്ടെ. കുടുംബത്തിൽ സമാധാനം വേണോ? മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതില്ല, ദേഷ്യം പിടിക്കരുത്. ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ, ദേഷ്യം അത് നല്ല സ്വഭാവമല്ല, അത് പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ അവൻ ഒളു എടുക്കട്ടെ, വഹുവ ഖായിമുൻ, അവൻ നിൽക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ, ഫഇല്ല, ഇരുന്നിട്ട് അവന് ദേഷ്യം മാറുന്നില്ല, അവൻ കിടന്നുകൊള്ളട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീട്ടിൽ പോയി വെറുതെ ദേഷ്യം പിടിക്കണ്ട, ആളുകളോട് വെറുതെ ചൂടാവണ്ട, ഭർത്താവിനോട് വെറുതെ ദേഷ്യം പിടിക്കണ്ട, കെട്ടിയ പെണ്ണിനോട് വെറുതെ ദേഷ്യം പിടിക്കരുത്. അള്ളാഹു നമ്മൾക്ക് ഈമാൻ സലാമത്താക്കട്ടെ. ഈ മൂന്നാമത്തെ സംഭവം പറഞ്ഞതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു ഹദീസുണ്ട്, വഖൈറു മതാ, ഭൂമിയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഖൈറായ മതാ, ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് അതിന്റെ അർത്ഥം. വഖൈറു മതാ, ഈ മതാഅകളിൽ ഏറ്റവും ഖൈറായത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്. ആ ഭാര്യനെ കിട്ടി എന്നിട്ട് അടുത്ത ഡയലോഗ്, നിനക്ക് സ്വർണ്ണല്ല എന്ന് പറഞ്ഞിട്ട് സാധുവായ പെണ്ണിനെ സ്ത്രീധനത്തിന്റെ പേരിൽ, സ്വർണം കുറഞ്ഞതിന്റെ പേരിൽ പാവപ്പെട്ട പെണ്ണുങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു വേള ഒരു സാധു സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നെങ്കിൽ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യുമെന്ന് ഓരോ ഉമ്മാമമാരും മനസ്സിലാക്കണം. അമ്മായിമ്മമാര് പഠിക്കണം, ഭർത്താവ് പഠിക്കണം, ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും പഠിക്കണം. ഒരു പെൺകുട്ടി അവൾക്ക് സ്വർണം കുറഞ്ഞു പോയതിന് അവളല്ല ഉത്തരവാദി. നിരപരാധിയായ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവൾക്ക് സ്വർണം കുറഞ്ഞു എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചാൽ അള്ളാഹു വെറുതെ വിടൂല എന്ന് ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ.